അപ്പോ നമ്മുടെ മീഡിയക്കാർ ഇപ്പൊ താങ്കളുടെ ഇന്റർവ്യൂ എടുക്കുന്ന അല്ലെങ്കിൽ സന്തോഷ് വർക്കി അല്ലെങ്കിൽ ഇങ്ങനെ കുറെ നമ്മുടെ ഈ റിവ്യൂ പറയുന്ന ഓരോ ആൾക്കാരുടെ ഇന്റർവ്യൂ എടുക്കുന്ന മീഡിയക്കാർക്കെതിരെ ഒരുപാട് തെറി വരുന്നുണ്ട് കമന്റ്സിൽ. അപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കരുതെന്ന് പറയാറുണ്ട്, പല മീഡിയസിനോട് പറയാറുണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുന്നതിനാണ്. ഞങ്ങളുടെ അടുത്തും ചോദിക്കാറുണ്ട് ഒരുപാട് പേര് എന്തിനാണ് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കണേ എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സിനിമക്കാരെ എന്തുകൊണ്ടാണ് നമ്മളെ പേടിക്കുന്നത്? നമ്മളും സിനിമയിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായി ചില സിനിമക്കാരെ നമ്മൾ വിളിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നാളെ മലയാള സിനിമയിൽ ഒരു കടം വെക്കാത്ത ഒരു ഭാഗമായിട്ട് മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മലയാള സിനിമ എന്ന് പറയുന്നത് ആർക്കും കയറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ ഇപ്പൊ നാളെ എന്ന് പറഞ്ഞ ദിവസം ഒരു പടം ഒരു നാളെ ഒരു വെള്ളിയാഴ്ച ഒരു നടൻ ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് നാളെ ഒരു പടം തിയേറ്ററിൽ എത്തിക്കാം. മനസ്സിലായ? ആരും വെല്ലുവിളിക്കരുത്. വെല്ലുവിളിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സിനിമക്കാരെ പേടിപ്പിക്കണമെന്നോ സിനിമയിൽ വലിയ ഞാൻ ഒരു പടം സംവിധാനം ചെയ്ത് നായകനാകണമെന്നോ വലിയ താല്പര്യമില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു പടം നമ്മളായിട്ട് ഒരു തിയേറ്ററിൽ കണ്ടന്റ് വരുന്നോന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നതായിരിക്കും. ഒരുപാട് കണ്ടന്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമകൾ. നമ്മൾ ചോദിച്ചതല്ല മീഡിയക്കാർക്ക് കിട്ടുന്ന തെറിയെ പറ്റി എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചത്. മീഡിയക്കാര് ഈ അലിൻ ജോസ് പെരേരയെ പറ്റിയും സന്തോഷ് വർക്കിനെ പറ്റിയും ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് മീഡിയക്കാരോട് തട്ടിക്കയറേണ്ട കാര്യമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് അസൂയ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമാക്കാരല്ലേ ചോദിക്കണത്. അല്ല, കമന്റ്സിൽ ഒരുപാട് പബ്ലിക്കിൽ തന്നെ ഒരുപാട് പേര് തെറി പറയാറുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ ഇന്റർവ്യൂ എടുക്കുന്നത് നാണാവില്ലേ, എന്തിനാണ് പബ്ലിക് പറയേണ്ടത്? മീഡിയക്കാർക്ക് അരിമനുഷ്യൻ പബ്ലിക്കാണോ? മീഡിയക്കാർക്ക് ഇതുകൊണ്ട് കണ്ടന്റ് കൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ലാഭം കിട്ടുന്നത് കിട്ടുന്നതും അവരുടെ ഇത് നഷ്ടമല്ലല്ലോ. അവർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. അലിൻ ജോസ് പെരേരയുടെ തമ്മയിലാണല്ലോ വരുന്നത്. വെറുതെ ഒരു ഇന്റർവ്യൂ പോസ്റ്റ് ആവൂലല്ലോ, തമ്മയിൽ വരൂല്ലേ? അല്ലേ? തമ്മയിൽ വരുമ്പോ കുത്തിയിരുന്ന് കാണാനായിട്ട് ഇത്ര വെമ്പല് കൊള്ളുന്നത്, ഇത്ര പരിഭ്രാന്തരാകുന്നതും കുറച്ച് സിനിമാക്കാരുണ്ടാവും അതിനകത്ത്. എന്റെ ഒരു പോയിന്റ് ചില സിനിമാക്കാരെ വേദനിപ്പിക്കാം. കാരണം ഇപ്പൊ എനിക്ക് സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ പോയ വ്യക്തിയാണ്. എനിക്ക് വേണമെങ്കിൽ സിനിമാക്കാരെ വലിച്ചു കീറാം, എന്താ പറയാ, വാക്കുകൾ കൊണ്ട്. വലിയ താല്പര്യമില്ല. എന്തിനാണ് അവരിനൊക്കെ നേരത്തെ ഒരു മമ്മൂക്കയുടെ പടത്തിന് പറഞ്ഞിട്ട് താങ്കൾ പിന്നെ ഇതിനൊക്കെ ക്ഷമ വഹിക്കാൻ ചെയ്യുകയും ചെയ്യും. താങ്കൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടിയല്ലേ ചെയ്യാൻ ശരിക്കും? താങ്കൾ ഇങ്ങനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും കുറ്റം അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൊട്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് താങ്കൾ പിന്നെ വന്നിട്ട് കരഞ്ഞു മെഴുകാൻ നോക്കും. അത് നല്ല പരിപാടിയാണോ? അതല്ല പറഞ്ഞ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ചില സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് സെറ്റിൽ ചെന്നല്ലെന്ന് പറഞ്ഞ ആൾക്കാരെ വയക്കുറ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സിനിമ സെറ്റിലെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ വേറെ എല്ലാ പോരായ്മകളും നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ വലിയ ആളൊന്നുമല്ല. ഇപ്പൊ സന്തോഷ് വർക്കി താങ്കളിപ്പോ തന്നെ സാവുമാനെ പറ്റി അത്യാവശ്യം പറഞ്ഞു. ഇപ്പൊ നാളെ സാവുമാൻ താങ്കളെ ഭീഷണിപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. ചിലപ്പോൾ ആളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ബാഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ താങ്കൾ ഫേസ് ചെയ്യൂ? അത് സോറി പറഞ്ഞ് നിൽക്കുവോ? തൽക്കാലം ഇൻഡസ്ട്രി പിടിച്ചിരിക്കാൻ വേണ്ടി സോറി പറഞ്ഞിട്ട് വരും ചിലപ്പോ. കാരണം പുള്ളിയൊക്കെ ചെറിയ രീതിയിൽ ടോപ്പാണ്. പക്ഷെ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, പുള്ളിനെ കൈ കിട്ടിയ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ നല്ല രീതിയിൽ പറയുന്നില്ല, നല്ല കാര്യമൊന്നും പറയുന്നില്ല. പുള്ളി ചെയ്തത് പറഞ്ഞ തെറ്റാണ്. പുള്ളി ബേസിക്കലി പുള്ളിയുടെ ആക്ടിങ് കുഴപ്പമില്ല. പക്ഷെ റിയാലിറ്റിക്ക് വരുമ്പോൾ ആൾക്കാരെ കൂടി ബഹുമാനിക്കണമെന്ന് പറയാം. ഇപ്പൊ എന്നെ സന്തോഷ് വർക്കിനെ കാണുമ്പോൾ പുള്ളി തിരിഞ്ഞു കളയേണ്ടത്, ഇപ്പൊ ഞാൻ പുള്ളിയോട് ഒരു ദ്രോഹം ചെയ്യട്ടെ, ഞാനൊരു നിത്യാമന്റെ പുറകെ പോയിട്ടില്ല. അതൊരാളുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. ആളുടെ അടുത്ത് ഇപ്പൊ പുറകിൽ പോയി തോണ്ട, അതൊക്കെ ഒരാളുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. തോണ്ട എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഐസോലേഷൻ കൊണ്ട് തുളത്ത് കേട്ടിരുന്നു. അത് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പൊ സുരാജിന്റെ അവര് നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ തോൽത്ത് കഴിയുന്ന ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവില്ല. നാളെ വനിതാ വരുന്നതിലും ഇപ്പൊ മമ്മൂക്ക ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവര് ഫ്രണ്ട്ലി ആണെങ്കിൽ അവർ തുളത്ത് ചെയ്യണോണ്ട് പ്രശ്നമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവര് ആണുങ്ങളല്ലേ, ആണുങ്ങളുടെ തുളത്ത് ചെയ്യണോണ്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് അവരുടെ ദേഹത്ത് തൊടുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. ഇപ്പൊ പെണ്ണുങ്ങളെ പിടിക്കുമ്പോൾ ആണെങ്കിൽ അത് പീഡിപ്പിച്ചെന്ന് പറയാം. ആണുങ്ങളെ ആണുങ്ങളെന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല. നമ്മളിപ്പോ ഒരാളുടെ അനുവാദം കൂടാതെ തോണ്ടുക, നന്ദുവിനെ തോളത്ത് അങ്ങനെ തട്ടിയപ്പോ പുള്ളിക്ക് വലിയ കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. പുള്ളിക്ക് അത് ഫ്രസ്ട്രേഷൻ ആയിട്ടൊന്നും ഹേറ്റ് ആയിട്ട് തോന്നിയില്ലെന്നാ പറഞ്ഞത്. സന്തോഷ് വർക്കി പറഞ്ഞിരുന്നു.
പിന്നെ ഈ സാബുമോന് ഭയങ്കര കടിമുക്കുന്ന എന്തിനാന്ന് അറിയാൻ പാടില്ല. പുള്ളി ഇന്റർവ്യൂ എടുത്ത വിഷ്ണുവാണ്. ആ ഇന്റർവ്യൂ എനിക്ക് വലിയ താല്പര്യപ്പെട്ടില്ല. ഞാൻ സ്കിപ്പ് ചെയ്താ കണ്ട പലതും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇപ്പൊ താങ്കൾ ഇപ്പൊ ഈ വനിതയിൽ വന്നത് ഇപ്പൊ ഈ ഒരു നിമിഷം വരെ നോക്കുകയാണെങ്കിൽ താങ്കൾ ഒരുപാട് മീഡിയാസിൽ ഇന്റർവ്യൂവും ഒരുപാട് ചാനൽസിൽ ട്രോളൊക്കെ വന്നിട്ട് ഇപ്പൊ താങ്കളെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് താങ്കൾ അടുത്ത ബിഗ് ബോസിൽ ഉണ്ടെന്നൊക്കെ ചില റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ശരിയാണോ? താങ്കളെ ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ടോ? ഈ ഇപ്പോ ഇരിക്കുന്ന നിമിഷം വരെ ഒരു കോളും വന്നിട്ടില്ല. പക്ഷേ ഫേക്ക് ആയിട്ട് കുറെ കോൾ വരുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. എന്തായാലും ഒമർ ലുലുവിന്റെ പടത്തിന് അഭിനയിച്ചാണല്ലോ ഒമർ ലുലു സാറിന്റെ. അപ്പോൾ ചിലപ്പോ വിളിക്കാണ്ടിരിക്കാം. പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്ന് ചിന്തിച്ചിട്ട് തിങ്ക് ചെയ്തിട്ട് ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ആലോചിച്ചിട്ട് പോവേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. കാരണം ഒരു ദിവസം 20,000 പേയ്മെന്റ് കിട്ടിയാൽ മാത്രം പോവുള്ളൂ. വെറുതെ പോകാൻ ഞാനൊരു ഫൂളല്ല. കാരണം പല ഇന്റർവ്യൂവിലും ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ രീതിയിലുള്ള പേയ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇന്റർവ്യൂലൊക്കെ പോകുമ്പോൾ. പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഫ്രീ ആയിട്ട് പോകാൻ വലിയൊരു താല്പര്യമില്ല. കുറഞ്ഞത് 5,000. അല്ല, അവിടെ എന്തായാലും ഫ്രീ ആയിട്ട് എന്തായാലും ഒരാളെ എടുക്കില്ലല്ലോ. കാരണം വേറെ കാര്യം പറയാം, ഏഷ്യാനെറ്റിന്റെ ഒരു ബിഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയതാ. ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ എന്റെയും കുറച്ച് ആർട്ടിസ്റ്റുകളെയും സീൻസ് കട്ടായിപ്പോ ടെലിവിഷൻ അവാർഡിൽ മമ്മൂക്കാന്റെ ഒരു പരമാവശം നടന്നുകൊണ്ട്. അപ്പോ എന്നിട്ട് എനിക്ക് പൈസ കിട്ടിയതാ. അന്ന് പോയത് കൊണ്ട് പൈസ കിട്ടി, 5,000 രൂപ കിട്ടി. പ്രോഗ്രാം വന്നാലും ഇല്ലെങ്കിലും പോയത് കൊണ്ട് പൈസ കിട്ടി. അപ്പോ ജിൻഡോനൊക്കെ പരിചയപ്പെടാൻ പറ്റി. ഇപ്പൊ ഒരുപാട് ബിഗ് ബോസ് തരമായിട്ട് കമ്പനി ഉണ്ട്. പക്ഷെ അവരൊക്കെ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പല രീതിയിലുള്ള ഗെയിമുകളും മൈൻഡ് കോൺസെൻട്രേറ്റ് മൈൻഡ് ഗെയിമിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള മൈൻഡ് എനിക്കുണ്ട്. അപ്പോ നമ്മളെ പ്ലാറ്റ്ഫോം വിളിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ പോയിരിക്കും. പിന്നെ പോയാൽ കപ്പ് എനിക്കായിരിക്കണം. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഭാവി പരിപാടി അലിൻ ജോസിന്റെ? ഇതേപോലെ റിവ്യൂവും ഇങ്ങനെയൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ നടക്കാനാണോ പരിപാടി? അതോ ഇനി വേറെ എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ച് നടന്മാരെ വിളിച്ചിരുത്തി ഇപ്പൊ എന്നെ ആങ്കർ ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ ആങ്കർ ചെയ്യണമെന്നുണ്ട്. 1-2 പേര് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം വലിയ നടിമാരൊക്കെ ഉണ്ട് ലിസ്റ്റില്. അത് അവരെ മോശമാക്കിയുള്ള ചോദ്യങ്ങളല്ല, നേരത്തെ പറഞ്ഞു കൊടുക്കും ചോദ്യങ്ങൾ. ചോദിച്ചിട്ട് ചോദിക്കുള്ളൂ. ജനുവരി 30-ക്കുള്ളിൽ ഒരു ഇന്റർവ്യൂ ഉടനെ വരും. ആങ്കറിങ് ചെയ്ത ഫസ്റ്റ് ശങ്കറാന്ന് തോന്നുന്നു ഡേറ്റ് തന്നിരിക്കുന്നത്. ആക്ടർ ശങ്കർ.